പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 2-ാം വാക്യം. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഹല്ലേലൂയ. യേശുവിൻ്റെ വായിലെ വാക്ക് കേട്ട് പലരും അതിശയിച്ചു. യേശുവിനെ അറിയാവുന്നവർ, യേശുവിൻ്റെ അമ്മയെയും യേശുവിൻ്റെ പിതാവിനെയും അറിയാവുന്നവർ, ആ ചുറ്റുപാടുമുള്ളവർ അവൻ്റെ വായിലെ വാക്ക് കേട്ട് അതിശയിച്ചു. ഹല്ലേലൂയ. അവർക്കൊരു അത്ഭുതമായിരുന്നു. ഇതാ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യിൽ നിന്ന് നടക്കുന്ന ഈ വീര്യപ്രവൃത്തികളും എന്ത്? ഇവനിത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവൻ എങ്ങനെയാണ് ചെയ്യുന്നത്? പലർക്കും അത്ഭുതമായി തീർന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ പലർക്കും ഒരത്ഭുതമായി തീർന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ എടുത്ത കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഞാൻ പലർക്കും ഒരത്ഭുതമാണ്. എന്നെ കാണുന്നവർ അത്ഭുത വിഷയമായി എന്നെ നോക്കുന്നു. കാരണം അസാധാരണ വീര്യപ്രവൃത്തികൾ കർത്താവ് എൻ്റെ കയ്യിലൂടെ ചെയ്യുന്നു. ഇന്ന് രാവിലെയും കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീയും ഒരു അത്ഭുത വിഷയമാണ്. നമ്മുടെ കർത്താവിനെ നോക്കി ലോകം ചോദിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നിന്നെയും നോക്കി ലോകം ചോദിക്കാൻ ഇടവരട്ടെ. നീ ഒരു അസാധാരണ ഹല്ലേലൂയ വ്യക്തിയായി മാറ്റപ്പെടും. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഹല്ലേലൂയ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാ, വിശുദ്ധ വംശമാ, ഹല്ലേലൂയ, വിശുദ്ധ ജനമാ, സ്വന്തം ജനമാ, ഹല്ലേലൂയ. നിങ്ങളൊരു പെക്യൂലിയർ പീപ്പിൾ, ഒരു പ്രത്യേക ജാതിയാ, ഒരു പ്രത്യേക ജനമാ. നിങ്ങളെ കാണുന്നവർ അതിശയത്തക്ക രീതിയിൽ, നിങ്ങളെ കാണുന്നവർ ഹല്ലേലൂയ ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ കർത്താവ് പറയുന്നു, നിങ്ങളൊരു പ്രത്യേക വ്യക്തിയാ. എന്താ യേശുതമ്പുരാൻ്റെ പ്രത്യേകത? ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ. അവൻ ഉയരത്തിൻ്റെ ശക്തി കൊണ്ട് ജനിച്ച വ്യക്തിയാ. അവൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാ. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവായ ദൈവം നസ്രയനായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോൾ അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ നിഴലിട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യേശു കർത്താവ് ഒരു സാധാരണ മനുഷ്യ വ്യക്തിയല്ല. അതിനെക്കാട്ടിലും ഉപരി അവനിലെ ദൈവത്വം വെളിപ്പെടുവാൻ തുടങ്ങി. അവൻ സകലത്തിൻ്റെ മീതെ അധികാരമുള്ള പുത്രനായിട്ടത്രേ, സകലത്തിൻ്റെ മേൽ അധികാരമുള്ള ഹല്ലേലൂയ പുത്രനായിട്ടത്രേ ജീവിക്കുന്നത്. ഇന്ന് രാവിലെയും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പുത്രത്വത്തിലേക്കാ. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമ്മിലേക്ക് പകർന്നത്. യേശുവിനെ വിളിച്ചപ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ശബ്ദം ഇന്ന് രാവിലെ നമ്മെ ഓരോരുത്തരെയും നോക്കി പറയാൻ സ്വർഗത്തിലെ അപ്പന് ആഗ്രഹമുണ്ട്. നാം വിളിക്കപ്പെട്ടത് അവൻ്റെ മക്കളായിട്ടാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാണ് അവൻ്റെ മക്കളാ. അവൻ്റെ മക്കളാകുവാനുള്ള അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി നമ്മിലേക്ക് പകർന്നിരിക്കുന്നു. നമ്മുടെ മൺകൂടാരത്തിൽ ആ ആത്യന്തിക ശക്തി പകർന്നപ്പോൾ നാം പലരുടെയും മുമ്പിൽ ഒരു അത്ഭുതമാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മെ അറിയാവുന്ന വ്യക്തികൾ കാണും, നമ്മളെ ഹല്ലേലൂയ ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ കൂട്ടുകാർ കാണും, നമ്മുടെ കുടുംബക്കാർ കാണും. എന്നാൽ അവരുടെ നടുവിൽ ഹല്ലേലൂയ നമ്മെ കണ്ട് അവർ അതിശയിക്കത്തക്ക രീതിയിൽ ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ജ്ഞാനം, ഇവന് കിട്ടിയ ഈ കഴിവ്, ഇവന് കിട്ടിയ ഈ ഉയർച്ച, ഇത് എവിടെ നിന്ന് ചോദിക്കത്തക്ക രീതിയിൽ നമ്മെ മാനിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. നിങ്ങൾക്കറിയാമല്ലോ, ശൗല് ഹല്ലേലൂയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ അവനും പ്രവചിച്ചു തുടങ്ങി. എന്നിട്ട് ആൾക്കാർ കണ്ടപ്പോൾ ഒരു അത്ഭുതമായി തീർന്നു. ഇവൻ എങ്ങനെയാ പ്രവചിക്കുന്നത്? ഹല്ലേലൂയ. അതാ
അത്ഭുത പ്രവർത്തികൾ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നാം ദാവീദിൻ്റെ ചരിത്രം കൂടെ വായിക്കുമ്പോൾ ദാവീദിന് ഇടയനെ രാജാവാക്കിയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് നന്നായിട്ടറിയാം. സഹോദരന്മാർ വിചാരിച്ചു ഇവൻ പട കാണാൻ വന്നതാ, ഇവൻ ചുമ്മാതെ തമാശയ്ക്ക് വന്നതാ. ഹല്ലേലൂയ. ഇവനെ കണ്ടിട്ട് ഹല്ലേലൂയ ഒരു പണിയുമില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി, അവനെ കുറ്റം പറഞ്ഞു. എന്നാൽ അവരുടെ നടുവിൽ ഹല്ലേലൂയ അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ശൗൽ 1000 കൊന്നെങ്കിൽ ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഒരു ഗാനം ഇസ്രായേലിൽ പാടത്തക്ക രീതിയിൽ ദൈവം ദാവീദിനെ ഉയർത്തി, ഒരു അത്ഭുത വിഷയമാക്കി. ഹല്ലേലൂയ. ഒരു ബാലനായ ദാവീദിൻ്റെ കൈകൊണ്ട് അതുവരെ ജനം ഹല്ലേലൂയ അഭിമുഖീകരിച്ച വലിയ പ്രശ്നത്തെ പരിഹരിപ്പാൻ എൻ്റെ കർത്താവ് ഇടയാക്കി. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളെ കൊണ്ട് അസാധാരണ കാര്യങ്ങളെ ചെയ്യിപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. പഠിപ്പില്ലാത്ത സാമാന്യ മനുഷ്യരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അപ്പസ്തോലന്മാരാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. പലരും കണ്ട് അതിശയിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. പാട്ടുകാരൻ പറയുന്നത് പോലെ നമുക്കും പറയാൻ സാധിക്കും, ഇത് അത്ഭുതമാ, ഹല്ലേലൂയ, ഇത് ആശ്ചര്യമാ, ഇത് അതിശയമാ എൻ്റെ ജീവിതം. ഹല്ലേലൂയ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ കർത്താവേ എൻ്റെ ജീവിതമെന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന. നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നതിൻ്റെ മക്കളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ അങ്ങ് ചൊരിയണമേ. ഇവരുടെ അവസ്ഥ മാറ്റുവാൻ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ, മറ്റുള്ളവരുടെ മുമ്പാകെ ഇവരെ അത്ഭുതമാക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കൃപ ഇവരുടെ മേൽ ചൊരിയട്ടെ. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ പൊതിയട്ടെ. ഹല്ലേലൂയ. ഇവരെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടട്ടെ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗാഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ,